ഹായ് ഫ്രണ്ട്സ്, ഞാൻ പുതിയതായി തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് ചിത്യാസ് കിച്ചൺ. എനിക്ക് എല്ലാവരെയും സ്നേഹവും സപ്പോർട്ടും വേണം കേട്ടോ. അതുപോലെ നമ്മളിന്ന് പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചേമ്പ്, ഏത്തക്കായ, മധുരക്കിഴങ്ങ്, ആവോലി ആണ് നമ്മൾ മീനായിട്ട് എടുത്തേക്കുന്നത്. അതിന് മീനിന് ആവശ്യമുള്ള തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ശേഷം ചുമന്നുള്ളി അതിലേക്ക് ആവശ്യത്തിനുള്ളത് ചേർക്കുക. എൻ്റെ ഈ ചെറിയ കൊച്ചുള്ളിയായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഒരു 6-7 അല്ലി ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി 1.5 സ്പൂൺ, അതിലേക്ക് എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടി. ശേഷം ഇതെല്ലാം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക, മീൻകറിക്ക് ആവശ്യത്തിനുള്ള അരപ്പിൻ്റെ രൂപത്തിൽ. എന്നിട്ട് നമ്മൾ അരപ്പ് മീനിലേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം അതിന് മീൻകറിക്ക് ആവശ്യമുള്ള പുളി, എന്നിട്ട് കുറച്ച് കറിവേപ്പില, പച്ചമുളക് എൻ്റെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനതിലേക്ക് ഉണ്ടുമുളകാണ് ഇട്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കലക്കി നമ്മൾ കറക്റ്റാക്കി അടുപ്പിലേക്ക് വെക്കുക. ഫസ്റ്റ് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെക്കണം. ഫസ്റ്റ് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറയ്ക്കണം. ആ സമയത്തേക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലെയിമിൽ തന്നെ തീ കുറച്ച ശേഷം നമ്മൾ വീണ്ടും മൂടി തന്നെ വെക്കുക മീൻ കറി. അപ്പോഴത്തേക്കും അത് തിളച്ച് കുറുകി വരും. ആ സമയം കൊണ്ട് ഞാൻ ഉപ്പുമുളക് ഉണ്ടാക്കാൻ പോയി. അതിലേക്ക് 1 മുറി മാങ്ങ, അതുപോലെ കുറച്ച് കൊച്ചുള്ളി, എൻ്റെ കാന്താരി കുറവായതുകൊണ്ട് ഞാനൊരു 3 ഉണ്ടമുളകും കൂടി എടുത്തു. ശേഷം ആവശ്യത്തിന് പുളി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഞാൻ ഇടികല്ലിൽ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉപ്പുമുളക്. ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇടികല്ലിൽ തന്നെ ചതച്ചെടുക്കുക. ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം കേട്ടോ. 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപ്പുമുളകിന് ആവശ്യത്തിനായിട്ട് ചേർത്തേക്കുന്നത്. എന്നിട്ട് അത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിനി പുഴുക്കിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഉപ്പുമുളക് ആദ്യമേ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുഴുക്ക് നമ്മൾ ചൂടോടെ എടുത്തിട്ട് നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പുഴുക്കിനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് മീൻകറി നമ്മൾ എന്തായാലും നോക്കണം. ഇപ്പോൾ ഏതാണ്ട് മീൻകറി തിളച്ച് പാകമായി കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമ്മൾ മീൻകറി നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാറായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ മീൻകറിയുടെ ഉപ്പ് നോക്കുന്നുണ്ട് കേട്ടോ. ഉപ്പെല്ലാം പാകമാണ്, ഉപ്പും പുളിയെല്ലാം പാകമാണ്. ഇനി നമുക്ക് നമ്മുടെ പുഴുക്കിനുള്ള ഐറ്റംസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത്, നമ്മൾ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെല്ലാം വെച്ചേക്കുന്നത് കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്തു. ചേമ്പും വാഴയ്ക്കായും ഇതേ രീതിയിൽ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഫസ്റ്റ് ലെയർ നമ്മൾ കുക്കറിലേക്ക് ഇടുന്നത് കേട്ടോ. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അതിനുശേഷം നമ്മുടെ മധുരക്കിഴങ്ങ് കൂടി നമ്മൾ ഈ കായും ചേമ്പും ഇട്ടതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ മധുരക്കിഴങ്ങ് ഇടുന്നത് കേട്ടോ. എൻ്റെ മോന് വലിയ ഇഷ്ടമാണ് ഈ മധുരക്കിഴങ്ങ് കേട്ടോ. അവനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ മധുരക്കിഴങ്ങ് ഒന്നാമത് എടുത്തേക്കുന്നത്. അവൻ അധികം ചേമ്പും വാഴയ്ക്കൊന്നും അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ അയാളുടെ ഒരിഷ്ടം കൂടെ നോക്കിയിട്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ മധുരക്കിഴങ്ങ് ഇട്ടു. ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക കേട്ടോ. വേവാൻ ആവശ്യമുള്ള മധുരക്കിഴങ്ങ് എപ്പോഴും മുകളിലിടുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ വെള്ളത്തിനടിയിലിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്തങ്ങ് അലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതൊഴിവാക്കാനായിട്ടാണ് മേളിൽ തന്നെ ഇട്ടത്. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പൂടിട്ട് കൊടുത്ത് നമ്മൾ മൂടി വെച്ച് 2 വിസിലടിക്കുമ്പോഴത്തേന് നമ്മുടെ ചേമ്പ് പുഴുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഒന്നും പറയണ്ടല്ലോ, ബാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻകറി സെറ്റായി. അതുപോലെ എൻ്റെ കുറച്ച് ലൂബിക്ക ഉണ്ടായിരുന്നു, അതും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഈ ഉപ്പുമുളകും എല്ലാം കൂടെ എടുത്തിട്ട് ഇനി മോന് ആണ് ഫസ്റ്റ് പ്ലേറ്റ് ഞാൻ സെർവ് ചെയ്യുന്നത്. മോന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ്ട് നോക്കൂ, നമ്മുടെ പുഴുക്ക് എങ്ങനെയുണ്ട്, നമ്മുടെ പുഴുക്കിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ആ ഉപ്പുമുളക് ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ ആ പച്ചരച്ച മീൻകറി നല്ല അടിപൊളിയാണ്. ഇത് എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.